ശ്ലോകം 6. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ. എന്തെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഭൂതാനി, എന്തൊക്കെ അതാണ് ചരങ്ങളും അചരങ്ങളുമായിട്ട്. അതാണ് ഭൂതാത്മകം സകലം, പഞ്ചഭൂതം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതുകൊണ്ടാണ് സകലതും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഭൂതാത്മകമപി സകലം, അത് പറഞ്ഞിട്ട് വീണ്ടും എല്ലാം എടുത്തെടുത്ത് പറയാണ്. പക്ഷി മത്സ്യാൻ മൃഗാദീൻ, പക്ഷികൾ, ആകാശത്തിലുള്ള പക്ഷികൾ, ജലത്തിലുള്ള മത്സ്യാൻ, മത്സ്യങ്ങൾ, മൃഗാദീൻ, കരയിലും കാട്ടിലുമുള്ള മൃഗങ്ങൾ, മർത്യാൻ, മനുഷ്യർ, അതിൽ തന്നെ മിത്രാണി ശത്രുനബി. മനുഷ്യരുണ്ടോ അവിടെ ഈ രണ്ട് കൂട്ടരുണ്ടാവും, മിത്രങ്ങളും ശത്രുക്കളും. യമിതമതിഹി, മതി ബുദ്ധി, ബുദ്ധിയെ നീ യമിക്കുക, നിയമിക്കുക, നിയന്ത്രിക്കുക. എങ്ങനെ നിയന്ത്രിക്കണേ? ത്വന്മയാന്യാനമാനി, ത്വന്മയ ഭഗവന്മയമായിട്ട് ആനമാനി, ഞാൻ വിചാരിച്ച് നമസ്കരിക്കും, അവരെല്ലാവരെയും നമസ്കരിക്കും. ആരിലും ഞാനൊരു വ്യത്യാസം കാണുന്നില്ല. സകലരെയും പ്രണമിച്ചുകൊണ്ട്. എന്തുകൊണ്ട്? എല്ലാം ഭഗവാനാണ്, ഏകനായ ഭഗവാനാണ്. സകല ചരാചരങ്ങളും ഭഗവത് രൂപമാണ്. രൂപത്തിലും നാമത്തിലും വ്യത്യാസമുണ്ട്, അത് മായ ഉണ്ടാക്കുന്നതാണ്. വസ്തു ഒന്ന് മാത്രം. ചിലപ്പോൾ ബ്രഹ്മെന്ന് പറയും, ചിലപ്പോൾ പരമാത്മാവെന്ന് പറയും, ചിലപ്പോൾ ഭഗവാൻ എന്ന് പറയും. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ, ഭാഗവതം പറയും. എല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷെ അവിടെയൊന്നും നമ്മൾ ഭഗവാനെ ഭജിക്കുന്നവർ വ്യത്യാസം കാണരുത്. മിത്രങ്ങളും ശത്രുക്കളെന്ന് എടുത്തു പറഞ്ഞുവെങ്കിലും ഭഗവാനെ ഭജിക്കുന്ന ആൾ മിത്രശത്രു വ്യത്യാസം കാണാൻ പാടില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കിയിട്ട് വരുന്നു. സമശത്രൗജ മിത്രേജ തഥാ മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിത. 12ാം അധ്യായത്തിൽ പറയുന്നു. ശത്രുക്കളിലും മിത്രങ്ങളിലും ഒരേപോലെ ഇരിക്കണം. എന്തുകൊണ്ട്? എല്ലാം ഭഗവാനാണ്. പക്ഷെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ എങ്ങനെ ഒന്നായിട്ട് കാണുക? അത് നമുക്കുള്ള അനുഭവമാണ്. കഴിഞ്ഞ ജന്മത്തിൽ നാം ചെയ്തതായ ദുഷ്കർമ്മങ്ങൾ മൂലം ചില ദുഃഖങ്ങൾ വരാനുണ്ട്. അത് വരാൻ ഈ ആൾക്കാരുടെ നിമിത്തം മാത്രം. നിമിത്തമാത്രം ഭവസവ്യസാജിൻ. അപ്പം നമ്മളെ സംബന്ധിച്ച് മിത്രമെന്നോ ശത്രുവെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാറ്റിലും ഒരേപോലെ. ഇതിൽ മാത്രമല്ല, കാലാവസ്ഥയിൽ പോലും ശീതോഷ്ണ, പിന്നെയോ സുഖദുഃഖങ്ങൾ, മാനം അപമാനം, അതിലെല്ലാം. അപ്പോൾ ഭഗവത് ഭക്തനായിരിക്കുന്ന ഒരാൾ എങ്ങനെ വേണം? തിരിച്ചുള്ള ആളായിരിക്കണം, ക്ഷമിക്കാൻ സാധിക്കണം. സകല ദുഃഖങ്ങളും സഹിക്കണം. അതാണ് തിരീക്ഷ. ആചാര്യസ്വാമികൾ പറയുന്നു. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം
സാ തിദിക്ഷാ നിഗദ്യതേ. എല്ലാ ദുഃഖങ്ങളെയും സഹിക്കും. ആ ദുഃഖം വരുത്തുന്നതിന് ഒരാളെ അവിടെ നമ്മൾ കാണും, പക്ഷെ അയാൾ കാരണക്കാരനല്ല. നാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതായ ദുഷ്കർമ്മത്തിൻ്റെ ഫലത്തിനെ അനുഭവിപ്പിക്കാൻ വേണ്ടി വന്ന ആൾ. അതുപോലെ സുഖത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നാം ചെയ്ത സൽക്കർമ്മങ്ങളുടെ ആ ഫലം അനുഭവിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ വരും. എല്ലാ ദുഃഖങ്ങളും സൽക്കർമ്മങ്ങളുടെ നമ്മൾ നോക്കണ്ട, ദുഷ്കർമ്മങ്ങളുടെ നോക്കിയാൽ എല്ലാ ദുഃഖങ്ങളെയും പ്രതികാര ബുദ്ധിയില്ലാതെ നമ്മൾ അനുഭവിക്കണം. എല്ലാ ദുഃഖങ്ങളെയും. ചിലവരെ പ്രതികാര ബുദ്ധി ഇല്ലാതിരിക്കും, പക്ഷേ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കും. ആരോടാണ് വിലപിക്കണേ? സുഹൃത്തുക്കളോട്. സുഹൃത്തുക്കൾ പോണു, അവരെ പിടിച്ചു നിർത്തും, അല്ലേ? എവിടെ പിടിക്കുക? കൈ പിടിച്ചു, പിന്നെ കൈ പിടില്ല. എന്നിട്ട് തൻ്റെ ആ ദുഃഖഭാണ്ഡം അങ്ങോട്ട് അഴിക്കുകയാണ്. നമ്മുടെ സമാധാനം നേരത്തെ പോയി, ഇപ്പം അയാളുടെ സമാധാനം കൂടി പോയി. ചെയ്യരുത്. ഒരിക്കലും നമ്മുടെ ദുഃഖത്തെ മറ്റുള്ളവരോട് പറയരുത്. ചോദിച്ചാൽ പറഞ്ഞോളൂ, ചോദിച്ചാൽ പറയാം. ചിലർ വിലപിക്കില്ല, പക്ഷെ ചിന്തിച്ചു കൊണ്ടിരിക്കും. ചിന്തിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രി, എല്ലാം ശാന്തം. എന്നിട്ടും അവൻ എന്നെ ഇങ്ങനെ എന്നോട് പറഞ്ഞുവല്ലോ, ചെയ്തുവല്ലോ. കഴിഞ്ഞു, അന്നത്തെ ഉറക്കം പോയി. ഒരിക്കലും ചിന്തിക്കരുത്. അപ്പോഴേക്കപ്പോഴേ ഇന്നിപ്പോൾ അറിയാലോ, ഡിലീറ്റ് ചെയ്യണം. അപ്പോഴേക്കപ്പോഴേ ഡിലീറ്റ് ചെയ്യണം. സാ തിദിക്ഷാ നിഗദ്യതേ. അതാണ് തിദിക്ഷ, ക്ഷമ. ക്ഷമ. ഭൂമിദേവിയെപ്പോലെ ക്ഷമയുണ്ടാവണം. അതുകൊണ്ടാണ് ഭൂമിദേവിക്ക് ക്ഷമാ എന്ന് പേരുണ്ട്. എല്ലാ ദുഃഖങ്ങളെയും സഹിക്കൂ. ത്വൽ സേവായാം ഹി സിദ്ധ്യേൻ മമ തവ കൃപയാ ഭക്തിദാർഢ്യം. തവ കൃപയാ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ കൃപ കൊണ്ട്, ഞാൻ അങ്ങയെ സേവിച്ചതുകൊണ്ട്, ഭജിച്ചതുകൊണ്ട് എനിക്കെന്തുണ്ടായി? ഭക്തിദാർഢ്യം. ഭക്തിക്ക് ഉറപ്പുണ്ടായി. ആ ഭക്തി നമ്മളെ മെല്ലെ മെല്ലെ വൈരാഗ്യത്തിലേക്ക് കൊണ്ടുപോകും. ഭക്തിദാർഢ്യം വിരാഗ. വിഗതാരാഗമാണ് വിരാഗം. ഒരു വസ്തുവിനോടും പ്രത്യേകിച്ചൊരു മമതയില്ലാത്ത അവസ്ഥ. അങ്ങനെ ഭക്തി കൊണ്ട് വൈരാഗ്യം വന്ന് എല്ലാം ഒന്നാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം. ത്വത്തത്വസ്യാവബോധ. ഭഗവാന്റെ തത്വം എന്താ? ഭഗവാന്റെ തത്വം ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ അവബോധം, ജ്ഞാനം. ഇത് യത്നഭേദം വിനൈവ. വലുതായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് നേടാൻ സാധിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഭക്തി വർദ്ധിക്കുള്ളൂ. ഞാനിത് അങ്ങയെ സേവിക്കുന്നുണ്ട്, കായേന വാചാ മനസ.
ഞാൻ ചെയ്യുന്നതായ കർമ്മങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ നിരന്തരം അങ്ങയുടെ മാഹാത്മ്യങ്ങൾ, ലീലകൾ എല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ അങ്ങയെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ 3 കരണങ്ങളെ കൊണ്ടും, ശരീരം, വാക്ക്, മനസ്സ്, ഞാൻ അങ്ങയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. അതാണ് ഭഗവത് സേവ. ആ സേവ കൊണ്ട് ത്വൽ സേവായാമി സിദ്ധി, എനിക്ക് ഈ സിദ്ധി നേടണേ ഭഗവാൻ. പരമായ സിദ്ധി ആത്മപ്രാപ്തി. അതിൻ്റെ മുമ്പായിട്ട് ഭക്തിദാർഢ്യം, ഭക്തി ഉറയ്ക്കണം. ആ ഭക്തി വൈരാഗ്യത്തിലേക്ക് നയിക്കണം. ആ വൈരാഗ്യം കൊണ്ട് ജ്ഞാനം, ഭഗവത് തത്വം എന്താണ് എന്നുള്ള ജ്ഞാനം വരണം. അതാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭക്തിയാണ്. ഭക്തി വർദ്ധിക്കുന്ന സമയത്ത് ആ ജ്ഞാനം, അവബോധം, അതാണ് ആഗമം, ജ്ഞാനം, വേദം, ജ്ഞാനം. ഭക്തിയും ജ്ഞാനവും വരുമ്പോൾ വിരാഗം, വൈരാഗ്യം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉറയ്ക്കുമ്പോൾ തത്വം. എപ്പോൾ തത്വം ഉറച്ചുവോ അതിലേക്ക് വഴുതി വീഴും നമ്മൾ, വലിയ പ്രയത്നമില്ലാതെ കണ്ട്. ഭാഗവതം ഭക്തി, ജ്ഞാന, വൈരാഗ്യ, തത്വബോധന. അതുകൊണ്ട് നാം ഭഗവാനുമായി ഒന്നായിത്തീരുന്നു. യത്നഭേദം വിനൈവ, യാതൊരു വിധത്തിലുള്ളതായ പ്രയത്നവും നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ കണ്ട്. അതാണ് അത് നമുക്ക് സാധ്യമാവണേ, അതിനെ അനുഗ്രഹിക്കണമേ. ഇത്രയാണ് കവി പറഞ്ഞത്. ഭാഗവത്തിൽ വളരെ അനേകം അധ്യായങ്ങൾ. രണ്ടാമത്തത് ഹരിയാണ് പറയുന്നത്. 9 പേരാണല്ലോ ഹരി.